ജൂണിങ്ങ് വന്ന് സ്കൂൾ തുറക്കാറായി. അപ്പോൾ സ്കൂൾ ക്രാഫ്റ്റുകൾ ആരംഭിച്ചാലോ? തുടക്കം തന്നെ ഒരു നെയിം സ്ലിപ്പിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ദേ ഇതുപോലെ പീൽ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി നെയിം സ്ലിപ്പ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. സിമ്പിളാണ്, വേഗമായും കണ്ടു നോക്കാം. തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേപ്പർ കഷ്ണം എടുക്കുക. ഷീറ്റല്ല, കഷ്ണം. അത് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതിൽ പക്ഷേ ഒഴിച്ചുകൂടാനാവാത്ത 3 പേരുകൾ എഴുതി ചേർക്കണം. നെയിം, ക്ലാസ്, സബ്ജക്റ്റ്. അതാണല്ലോ നമ്മുടെ നെയിം സ്ലിപ്പിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സംഭവം അത് എഴുതി ചേർത്തതിന് ശേഷം മാത്രം തങ്ങളുടെ ഭാവനയിൽ കഴിയുന്ന എല്ലാം നമുക്ക് ഈ ഒരു നെയിം സ്ലിപ്പിൻ്റെ പേപ്പറിൽ ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ സ്കെച്ച് ഉണ്ടെങ്കിൽ സ്കെച്ച് വെച്ചോ ക്രയോൺസ് വെച്ചോ നമുക്കത് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ശേഷം സ്റ്റിക്കറുകൾ അവൈലബിൾ ആണെങ്കിൽ സ്റ്റിക്കറും കൂടി ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ നെയിം സ്ലിപ്പിൻ്റെ പകുതി പരിപാടികൾ അവസാനിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡിസൈൻ ഒന്നും നിങ്ങൾ നോക്കണ്ട. സംഭവം എൻ്റെ കഴിവിനനുസരിച്ചാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ടാലൻ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നെയിം സ്ലിപ്പ് ഡിസൈൻ ചെയ്യാം. ഇതുപോലെ സ്റ്റിക്കർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗിയും കൂടി അതിന് വരും കേട്ടോ. ഇത് ഗേൾസിന് റിലേറ്റഡ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ബോയ്സിന് ഈ ഒരു ഇതുപോലത്തെ ബാർബിയൊന്നും ഇൻട്രസ്റ്റ് ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുപോലത്തെ സ്റ്റിക്കറുകൾ ചൂസ് ചെയ്യുക. ശേഷം ഞാനിതൊന്ന് ലാമിനേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ എനിക്കൊരു അബദ്ധം പറ്റി ഗൈസ്. കാരണം നമ്മളിത് ആദ്യമേ ലാമിനേറ്റ് ചെയ്യരുത്. ലാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേരെഴുതാൻ പറ്റത്തില്ല. പക്ഷേ പേരെഴുതി കഴിഞ്ഞാൽ മായ്ച്ച് നമുക്ക് വേണമെങ്കിൽ റീയൂസ് ചെയ്യാനും പറ്റും. പക്ഷേ എന്നാലും വേണ്ട, പേരെഴുതിയിട്ട് ലാമിനേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ശേഷം ഇതുപോലൊരു പേപ്പർ ഷീറ്റ് കണ്ടുപിടിക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് പീൽ ചെയ്യുന്ന സ്റ്റിക്കറാണ് ഗൈസ്. സ്റ്റിക്കറിൻ്റെ മേളിലോട്ട് ഞാൻ ഈ ഒരു പേപ്പർ ഒട്ടിച്ച് കൊടുത്തപ്പോൾ എനിക്ക് പീൽ ചെയ്യുന്ന നമ്മുടെ നെയിം സ്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സ്റ്റിക്കർ ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ വീട്ടിൽ ഓൺലൈനിൽ സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ ചില ടൈമിൽ ബില്ലുകൾ പീൽ ചെയ്യാതെ തന്നെ അതിനകത്ത് കിടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ബില്ലുകൾ കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ നെയിം സ്ലിപ്പുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഫൈനൽ ഔട്ട്പുട്ടും ഇങ്ങനെ കിട്ടും. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്ത് പറയുക. ഈ പറ്റിയ മണ്ടത്തരം ആവർത്തിക്കാതിരിക്കുക. ഓക്കെ, ബൈ.